ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും കൂടെ നല്ല വശവും കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഈ ഷോൾഡർ ബാക്കിൻ്റെ പീസിന് 2 ഷോൾഡർ ഉണ്ട്, ഫ്രണ്ടിലെ പീസിന് 1 ഷോൾഡറാണുള്ളത്. ആ ബാക്കിലെ പീസിൻ്റെ 1 ഷോൾഡർ നമ്മൾ താഴത്തോട്ട് ആക്കിയിട്ട് 1 ഷോൾഡർ മാത്രമേ, ഉള്ളിലത്തെ 1 ഷോൾഡർ മാത്രമേ നമ്മൾ ഈ ഫ്രണ്ടിലെ പീസിനോട് ജോയിൻ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മളൊരു ഷോൾഡർ ഇതിൽ ജോയിൻ ചെയ്യാണ്ട് വിട്ടിട്ടില്ലേ, ആ ഷോൾഡർ താഴ്ഭാഗത്ത് കൂടെ താഴത്തോട്ട് വിട്ടേക്കുവാണ്. ആ താഴ്ഭാഗത്ത് കൂടെ ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഷോൾഡറിനോട് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കണം. താഴ്ഭാഗത്ത് കൂടെ ദാഹണ്ട ഇതുപോലെ അതിൻ്റെ അടിഭാഗത്ത് കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ അടിഭാഗത്ത് കൂടെ കൊണ്ടുവരണം. അടിഭാഗത്ത് കൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഷോൾഡർ ഭാഗം വേണം കേട്ടോ. അതിൻ്റെ ഷോൾഡർ ഭാഗവും ഈ നമ്മൾ ജോയിൻ ചെയ്ത 2 ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ, അത് ഷോൾഡർ ഭാഗവും കൂടെ 3 ഷോൾഡർ ഭാഗം കൂടെ ഒരുമിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പുറത്തോട്ടാക്കുമ്പം ഷോൾഡർ നല്ല രീതിയിൽ കിട്ടും. പുറകുവശവും ഉൾവശവും എല്ലാം ഒരുപോലെ കിട്ടും. മെൻസിൻ്റെ ഷർട്ട് തയ്ക്കുന്നതിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. 2 പാർട്ട് വേറെ വീഡിയോ ആയിട്ട് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാട്ടോ, കാരണം അതിൻ്റെ ബാക്കിയാണ് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വിട്ട ഷോൾഡറും നമ്മൾ തയ്ച്ച ഷോൾഡറും രണ്ടും കൂടെ അടിയിൽ കൂടെ കൂട്ടി പിടിക്കുമ്പോൾ ഇതുപോലെ ചുരുണ്ട ഒരു ഷേപ്പിലിരിക്കും. കണ്ടോ, ഈ ഷേപ്പിൽ തന്നെ നമ്മളിത് തയ്ച്ചെടുത്ത് കഴിഞ്ഞ് ഈ ചുരുട്ടൊക്കെ മാറ്റി ഉള്ളിൽ കൂടെ അതെല്ലാം മറിച്ചെടുക്കുമ്പോൾ കണ്ട ഷോൾഡർ ഇതുപോലെ നല്ല വൃത്തിക്ക് അകവും പുറവും ഒരുപോലെ ഇരിക്കും. അത് മനസ്സിലായില്ലെങ്കിൽ ഇതാവുന്നും കൂടെ 2ാമത്തെ ഷോൾഡർ അടിക്കുമ്പോൾ കാണിച്ചു തരാം. അതായത് പോലെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഇത്രയും അടുത്ത് തന്നെ വെച്ചിട്ട് എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നീക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ ഡെസ്കിൽ വെക്കേണ്ടി വരും. ഡെസ്കിൽ വെച്ചാൽ മോൻ ഇതിൽ ഓടി കിടക്കുന്നുണ്ട്, അവൻ തട്ടിമറിച്ച് താഴെ ഇടും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാട്ടോ. തുണിയുടെ കരഭാഗത്തിൻ്റെ ഒരു സൈഡ് ഇതിവിടെ വന്നിട്ടുണ്ട്, അത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ഭാഗമാണ്, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ, ഷർട്ടൊക്കെ തയ്ക്കണമെങ്കിൽ. ഇതിപ്പോൾ ഉൾഭാഗത്തായത് കാരണം ഞാൻ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല. ഷോൾഡറിൻ്റെ ഒരെണ്ണം വെട്ടിയെടുത്തപ്പം ആ കര ഒന്ന് ജസ്റ്റ് വന്ന്, അതുകൊണ്ടാണ്. അത് ഉൾഭാഗത്തായത് കാരണം നമുക്കത് വിഷയമില്ല. ഇനി ഇതാ നേരെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. ഷോൾഡർ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്ക് ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ സ്ലീവ് തയ്ച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണമല്ലോ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. കോളർ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, കോളർ ഇപ്പോഴാണ് വെട്ടാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ഇത് പതിച്ചടിക്കുമ്പോൾ ഈ നെക്കിൻ്റെ അതിലേക്കൂടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ 2 ഷോൾഡർ ഉണ്ടല്ലോ ബാക്കിൻ്റെ ഇതിൽ കൂടെയാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. അപ്പോൾ 2 ഷോൾഡർ ഉള്ള 2 തുണിയുണ്ട് നെക്കിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒരുപോലെ ഇരുന്നോളും. നമുക്ക് കോളറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ലീവ് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവിൻ്റെ മുകളിൽ നല്ല ഭാഗത്തോട്ട് ചെറുതായിട്ട് ഒരു 4 ഇഞ്ച് മടക്കി ഇതുപോലെ ഫുള്ള് തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗം, നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ആ ഒരു ഭാഗം മടക്കിയ ഭാഗത്തുനിന്ന് താഴത്തോട്ടാക്കി വേണം വെക്കണമെങ്കിൽ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ മടക്കിയ ഭാഗത്തുനിന്ന് നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്, നല്ല വശവും കൂട്ടിയാണ് വെക്കേണ്ടത്. അപ്പം മടക്കിയ ഭാഗത്തുനിന്ന് താഴത്തോട്ടാക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്നാട്ടോ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളത് അളവ് നേരത്തെ കറക്റ്റാണോ ആം ഹോളും മറ്റേ സ്ലീവിൻ്റെ കൈയുടെ അളവും കൂടെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അറ്റത്തുനിന്ന് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ചെയ്താൽ മതി. അളവ് കറക്റ്റ് അതിന് മുന്നേ ഒന്ന് നോക്കണമെന്നുള്ളൂ. അപ്പോൾ ഫുള്ള് സ്റ്റിച്ചിങ് ഞാൻ കാണിക്കണില്ല, ബാക്കി ഭാഗം അതുപോലെ തന്നെ അങ്ങ് 2 സ്ലീവും ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നേരെ വെച്ചിട്ട് നമ്മൾ മടക്കിയ ഭാഗം ഒരു കാൽഭാഗം വന്നല്ലോ, ആ ഭാഗം അവിടെ ഇതേപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ആ ഭാഗത്തോട്ട് 2 സ്ലീവ് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. സ്ലീവിൻ്റെ അറ്റത്തെ കഫ് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കൂട്ടിയിട്ട് വേണം, സൈഡ് കൂട്ടിയിട്ട് വേണം അത് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അതും കോളറും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യാം. അടുത്തത് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സൈഡ് ജോയിൻ കഴിഞ്ഞാൽ ഞാൻ സ്ലീവ് ഒരുമിച്ച് പിടിക്കുകയാണ്. സ്ലീവ് തൊട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ബാക്കിൻ്റെ ഭാഗമാണ് ഞാനിപ്പം
മുകളിലോട്ടാക്കി വെക്കുന്നത് കേട്ടോ. കാരണം അടിഭാഗത്ത് ഫ്രണ്ടിൻ്റെ ഭാഗമാണ്. കയ്യിൽ തന്നെ കൈയുടെ അറ്റത്ത് നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. കൈയുടെ അറ്റത്ത് നമ്മൾ ബാക്കിലെ ഭാഗത്താണ് ഈ ഓപ്പണിംഗ് ഉള്ളത്, ഫ്രണ്ടിലെ ഭാഗത്ത് ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ ഈ ബാക്ക് ഭാഗമാണ് നമ്മൾ ഇത് മുകളിലോട്ടാക്കി പിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പീസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് നമ്മൾ ബാക്കിനെ പൊതിഞ്ഞടിക്കണം. ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് പൊതിഞ്ഞതായതുപോലെ പൊതിഞ്ഞടിക്കണം കേട്ടോ. ഫുള്ള് അറ്റം വരെ പൊതിഞ്ഞടിക്കണം. ആം ഹോളിൻ്റെ ഭാഗവും അടിഭാഗവും എല്ലാം ഒരേ ലെവലിൽ ഒരുപോലെ തന്നെ വരണം കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോ ഷർട്ടിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം വളരെ സ്ലോവിലാണ് ഞാൻ എടുത്തിട്ടേക്കണത്. കാരണം എന്താ വെച്ചാൽ ഇത് നോക്കി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടണം, മനസ്സിലാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ വീഡിയോ ഇട്ടേക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര സ്ലോ ആയി പോയേക്കണം കേട്ടോ. എന്നാലും അവർക്ക് മനസ്സിലാവുള്ളൂ. ആർക്കാണെങ്കിലും ഇത് ബിഗിനേഴ്സിന് തുടങ്ങുന്നവർക്ക് എന്നെങ്കിലേ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി വിട്ടിട്ടുണ്ട്. എന്നാലും അറിയുന്നവർക്കൊക്കെ ഇത് കാണുമ്പോഴും ബോറായിരിക്കുള്ളൂ. എന്നാലും അറിയാത്തവർക്കൊക്കെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഇതാ നമ്മുടെ സൈഡ് കൂട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ. നമ്മളെ മടക്കിയായ അരികു ഭാഗം കാണാത്ത രീതിയിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതും 2 സൈഡും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഷർട്ടും തയ്ക്കുന്ന പോലെ തന്നെ 2 സൈഡും ഉൾഭാഗവും പുറം ഭാഗം ഒരുപോലെ തന്നെ ഇരിക്കും. ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് അതാണ്. ഇനി നമ്മുടെ ഷർട്ടിൻ്റെ താഴ്ഭാഗത്ത് അടിവശം ഒന്ന് മടക്കി അടിക്കുക. 2 തവണ മടക്കി അടിക്കണം. ആദ്യം ഞാനൊരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കി ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അത് രണ്ടാമത് മടക്കുന്നത് കാണിക്കുന്നില്ല. അത് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് 1/4 ഇഞ്ചും കൂടെ മടക്കി ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. രണ്ടും ഒരുമിച്ച് മടക്കി തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, കറക്റ്റ് നിൽക്കുകയുമില്ല. ഇങ്ങനെ തയ്ച്ചാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഷർട്ടിൻ്റെ താഴെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇതുപോലെ ഓരോ പ്രാവശ്യമായിട്ട് തന്നെ 1/4 ഇഞ്ച് വെച്ച് തയ്ച്ചെടുക്കണം. അടുത്ത നമുക്ക് കോളർ വയ്ക്കാം. കോളർ വയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ നെക്ക് ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. അളന്നെടുത്തിട്ടാണ് ഞാൻ കോളർ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. നെക്ക് അളക്കുമ്പം കറക്റ്റ് ആ ഒരു നമ്മളുടെ തുടങ്ങുന്ന ഭാഗത്തു നിന്ന് തന്നെ അളന്നെടുക്കാം കേട്ടോ. അവിടം വരെയാണ് നമ്മൾ നെക്ക് വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അളന്നെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് അളക്കുമ്പോൾ എനിക്കിത് 20 അരയാണ് കിട്ടുന്നത്. 20 അരയില്ല, 20.2 കിട്ടണത്. അപ്പോൾ ഞാനൊന്ന് മടക്കി വെച്ചിട്ടും ഒന്ന് ഇത് അളന്ന് നോക്കുക കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് തന്നെ വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. മടക്കിയും കൂടെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് കിട്ടണത് 10 അപ്പോൾ കറക്റ്റ് 20 ഇഞ്ച് എടുത്താൽ മതി. 10 ഇഞ്ചാണ് മടക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് 20 ഇഞ്ചാണ് കോളർ. അപ്പോൾ അതെടുത്താൽ മതി. ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോളറിൻ്റെ സ്കെച്ച് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെച്ച് 17 തൊട്ട് 19 വരെയുള്ള 19.5 വരെയുള്ള ഒരു സ്കെച്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്യാൻവാസ് അളന്നെടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്കെച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കെച്ച് വെച്ചിട്ട് ഷർട്ടിൻ്റെ ക്യാൻവാസ് ഉണ്ട്, കോളർ വയ്ക്കുന്ന ക്യാൻവാസ് ഉണ്ട്. അപ്പോൾ അതിന് ഇത്തിരി വില കൂടുതലാണ്. പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് കോളർ കിട്ടും. 19.5 ഇഞ്ച് എത്ര ഇഞ്ചാണെന്ന് വെച്ചാൽ 19 ഇഞ്ച് വരെ കിട്ടും. അത് 17 ഇഞ്ച് മുതൽ 15.5 ഇഞ്ച് മുതൽ 19 ഇഞ്ച് വരെയൊക്കെ കിട്ടും. അപ്പോൾ അത് എത്രയാണെന്ന് അളന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അത് വാങ്ങിച്ച് അത് വെച്ചാൽ മതി. അതിനാണെങ്കിൽ വില കുറവുള്ളൂ. ഈ ക്യാൻവാസിന് വില ഇത്തിരി കൂടുതലാണ്. അതിനാണെങ്കിൽ ഒരു കോളറിന് 7 രൂപയുള്ളൂ. പക്ഷേ ഇതിന് 100 രൂപ കൂടും ഒരു മീറ്ററിന്. അപ്പോൾ ഒരെണ്ണമൊക്കെ തയ്ക്കുന്നുള്ളെങ്കിൽ അത് വാങ്ങിച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേയൊക്കെ വീണ്ടും തയ്ക്കാനുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിച്ചാൽ വേസ്റ്റ് ആവാതെ ഇതുപോലെ ഒരു സ്കെച്ച് ഉണ്ടാക്കി വെച്ചാൽ വേസ്റ്റ് ആവാണ്ട് നമുക്ക് മുറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴത്തെ കോളറൊക്കെ വരുന്നത് ഇതുപോലെ അറ്റം ഉള്ളിലോട്ടായിട്ടാണ് വരുന്നത്. അറ്റം പുറത്തോട്ടല്ല നിൽക്കുന്നത്, അറ്റം ഉള്ളിലോട്ടായിട്ടാണ് ഇപ്പോഴത്തെ കോളറൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാനും ഇങ്ങനത്തെ കോളറിൻ്റെ സ്കെച്ചാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. കണ്ടോ, അറ്റം ഇതിൻ്റെ ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ ഒരു പുറത്തോട്ടായിട്ടല്ല കോളറിൻ്റെ അറ്റം നിൽക്കണുണ്ട്, ഉള്ളിലോട്ടായിട്ടാണ് നിൽക്കണം. അപ്പോൾ അത് ഇതുപോലെ വെച്ച് വെട്ടിയെടുക്കുക. ഇപ്പോൾ സ്കെച്ച് ഇല്ലാത്തവരാണെങ്കിലും ഇതുപോലത്തെ ഒരു ഷേപ്പിൽ അളന്ന് ഇതിൻ്റെ അകത്തുനിന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം നെക്കിനേക്കാളും 1 ഇഞ്ച് കുറവായിരിക്കണം, 2 ഭാഗത്തും ഓരോ ഇഞ്ച് കുറവായിരിക്കണം. അതായത് 2 ഇഞ്ച് കുറവായിരിക്കണം കോളറിൻ്റെ ലെങ്ത്ത്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കോളർ ശരിക്ക് അളക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്ക് ബാൻഡിൻ്റെയും കോളറിൻ്റെയും സെൻറ്ററിലുള്ള കുഴിയിൽ വെച്ചിട്ടാണ്
അളക്കണത്. മനസ്സിലാവണ്ടോയെന്ന് എനിക്കറിയില്ല പറയണത്. അങ്ങനെയാണ് ഇത് കോളർ അളക്കണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട, ഇതിപ്പം താഴത്തെയാണ് ബാൻഡ് നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെയാണ് ഈ കോളർ. അപ്പോൾ കോളർ വയ്ക്കുമ്പോൾ കണ്ട ഒരു 2 ഇഞ്ച് കുറവല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കണം ഇതിൻ്റെ അളവിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെ ഞാൻ ക്യാൻവാസ് ഒരു തുണിയിൽ വെച്ചിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടിയെടുക്കുക കേട്ടോ. വെട്ടി മാറ്റിയിട്ട് നമുക്ക് വേറൊരു തുണിയും കൂടെ കോളറിന് വേണ്ടിയിട്ട് നമുക്കൊരു തുണിയും കൂടെ ഈ ഒരു വീതിയിലും നീളത്തിലും കൂടെ വെട്ടിയെടുക്കണം. അപ്പോൾ 2 തുണി വേണം. അപ്പോൾ ആ ഒരു തുണിയും കൂടെ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ കോളർ തയ്ക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് പൊതിഞ്ഞെടുക്കാം. അത് നമ്മുടെ താഴത്തോട്ട് വരുന്ന ഭാഗം കേട്ടോ. അതായത് നമ്മളുടെ ഷോൾഡറിലോട്ട്, കഴുത്തിലോട്ട്, ഉള്ളിലോട്ട് വരുന്ന അടിഭാഗത്ത് വരുന്ന ഭാഗമാണ് പൊതിഞ്ഞടിക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞടിച്ച് കൊടുക്കുക. പൊതിഞ്ഞടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. ഒരു 4 ഇഞ്ച് വിട്ടിട്ട്, ഈ കോളറിന് നമുക്ക് തയ്യൽ തുമ്പൊന്നും വേണ്ട. കോളറിൻ്റെ ആവശ്യത്തിന് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെട്ടിയേക്കണത്. അതുകൊണ്ട് നമുക്ക് അതിന് തയ്യൽ തുമ്പ് വേണ്ട. ഈ ബാൻഡിനാണ്, നെക്ക് ബാൻഡിനാണ് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടത്. അപ്പോൾ അതൊരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മളിത് തുണിയിൽ നിന്ന് വെട്ടി മാറ്റുവാണ് കേട്ടോ. ഇതുപോലെ മടക്കി അടിച്ചിട്ട് ഇത് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കളഞ്ഞേക്കിട്ടോ, അല്ലെങ്കിൽ ബോറായിരിക്കും. ഒരു 4 ഇഞ്ച് മാത്രം മടക്കി അടിച്ചാൽ അത് മാത്രം അവിടെ നിന്നാൽ മതി. ബാക്കി നമ്മളിങ്ങനെ വെട്ടി മാറ്റുക. എന്നിട്ട് ആ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അതൊന്ന് വെട്ടി കോളറും ബാൻഡും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കോളറും നെക്ക് ബാൻഡും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മളിതാ ഈ നെക്ക് ബാൻഡ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ബാൻഡ് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിനൊരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് കോളർ റെഡിയാക്കി എടുക്കാം. കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു തുണിയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഒരു പീസ് തുണിയും കൂടെ കോളറിൻ്റെ ഈ ഒരു അളവിൽ, കോളറിൻ്റെ തുണിയുടെ ആ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോളർ വെച്ചിട്ട് ഇതുപോലെ കോളർ അയൺ ചെയ്ത തുണി ഉണ്ടല്ലോ അതും വെച്ചിട്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. അല്ല, ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ. കോളറിൻ്റെ മുകളിലത്തെ ഭാഗം വരുന്നത് താഴത്തോട്ടാക്കി വെക്കണം. അപ്പോൾ ആ ഭാഗത്താണ് നമുക്ക്, ഇപ്പം മനസ്സിലായില്ലേ, ആ ഒരു കോർണർ പോർഷൻ വരേണ്ട ഭാഗത്ത് നമുക്ക് ഉള്ളിലോട്ട് മടക്കിയിട്ട് എടുക്കണം. ഉള്ളിലോട്ടല്ല, ഇങ്ങനെ മടക്കി നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കേണ്ടതാണ് ആ കോർണറിൻ്റെ ഭാഗം. അപ്പോൾ അതുപോലെ ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. ഞാൻ നൂലൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ വലിച്ചൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നൂലൊക്കെ വെച്ച് തയ്ച്ചു. പക്ഷെ അത് പാളിപ്പോയി. നൂല് അങ്ങനെ എല്ലായിരുന്നു വെക്കേണ്ടത്. അപ്പം ഞാൻ ലാസ്റ്റ് നൂലൊക്കെ എടുത്ത് മാറ്റി, നൂലൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഞാൻ മടക്കിയെടുത്തു. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചതിന് ശേഷം 4 ഇഞ്ച് വിട്ടിട്ട് ഞാനിതൊന്ന് വെട്ടി മാറ്റുക കേട്ടോ. എല്ലാ സൈഡും വെട്ടിയിട്ട് നമുക്ക് ഇത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. ഉള്ളിൽ നിന്ന് തിരിച്ചെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ കോളറിൻ്റെ സൈഡൊക്കെ കോർണറൊക്കെ നല്ലപോലെ എന്തെങ്കിലും ഇട്ടൊക്കെ കുത്തി നല്ലപോലെ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കോളറിൻ്റെ സൈഡ് ഭാഗം എല്ലാം ഒന്ന് പതിച്ചടിച്ചെടുക്കണം. പതിച്ചടിച്ചെടുത്തതിന് ശേഷം കോളറിൻ്റെ ആ ക്യാൻവാസ് വെച്ചിരിക്കുന്ന സ്ഥലം ഒന്ന് തപ്പി നോക്കിയിട്ട് ആ ഭാഗത്തും കൂടെ നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് കോളറിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ താഴ്ഭാഗത്തും ക്യാൻവാസ് വരുന്നതിൻ്റെ ആ ഒരു ഭാഗം, തയ്യൽ തുമ്പൊന്നും വേണ്ട, ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ബാക്കി നമുക്ക് വെട്ടി മാറ്റാനുള്ളതാണ്. ബാക്കി നമുക്ക് വേണ്ട, ഈ ക്യാൻവാസിൻ്റെ വരുന്ന ഭാഗം മാത്രം നമുക്ക് മതി. അപ്പോൾ അത് വരെ വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം താഴ്ഭാഗത്തോട്ടാ. അതിന് ശേഷം നമുക്ക് കോളറും നെക്ക് ബാൻഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷർട്ടിൻ്റെ നെക്കിലോട്ട് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് മടക്കി വെച്ചിട്ട് അതൊന്ന് അളവ് നോക്കണം കേട്ടോ. ഷർട്ടുമായിട്ട് അളവൊന്നും കൂടെ ശരിയാണോ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം അതിനകത്തോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അതിന് കോളർ വെച്ചിട്ട് അതിന് മുകളിൽ ഈ നെക്ക് ബാൻഡിൻ്റെ നല്ല ഭാഗം കൂടിയും സെൻറ്റർ ഒരുപോലെ വെക്കണം കേട്ടോ. സെൻറ്റർ ഒരുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. നെക്ക് ബാൻഡിൻ്റെ താഴെ നമുക്ക് 4 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് മതി കേട്ടോ, അല്ലാതെ വേണ്ട. ഇതുപോലെ അതിൽ കൂടുതലുണ്ടെങ്കിൽ 4 ഇഞ്ച് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ വെട്ടി റെഡിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. രണ്ട് സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ വൃത്തിക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മളൊരു തുണി എടുത്തിട്ടില്ലേ, ഒരു എക്സ്ട്രാ തുണി എടുത്തിട്ടില്ലേ കോളറിനുള്ള, ആ ഒരു തുണി എടുത്ത് വയ്ക്കാം. ആ ഒരു തുണി എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കോളർ വയ്ക്കാം. കോളർ വെച്ചതിന് ശേഷം നെക്ക് ബാൻഡിൻ്റെ നല്ല വശം വയ്ക്കാം. അതിന് ശേഷം ഇതുപോലെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് അടിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് വേണം വെക്കണമെങ്കിൽ, എങ്കിലേ കറക്റ്റായിട്ട് വരും. താഴത്തെ തുണി വെക്കുമ്പം
എൻ്റെ ഇപ്പോൾ ഒരു 2 ഭാഗവും ഒരുപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല വശവും ചീത്ത വശവും ഉള്ള ഒരു തുണിയാണെങ്കിൽ നല്ല വശം വെക്കുക കേട്ടോ. നല്ല വശവും ഫസ്റ്റ് ആ തുണിയുടെ നല്ല വശം വെക്കുക, പിന്നെ കോളറിൻ്റെ നല്ല വശം വെക്കുക. കോളർ രണ്ടും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഏത് വശമായാലും കുഴപ്പമില്ല. പിന്നെ നെക്ക് ബാൻഡിൻ്റെ നല്ല വശം വെക്കുക. അങ്ങനെയാണ് വെച്ച് തയ്ക്കേണ്ടത് കേട്ടോ. അതുപോലെ ഇത് കാണുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഈ 2 സൈഡും ഇതുപോലെ കണ്ടോ, ആ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഉള്ളിലോട്ട് ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഇവിടെ ഒരു ടൈപ്പും കൂടെ, ഒരു സ്റ്റിച്ചും കൂടെ ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ കോളറിൻ്റെ ഭാഗത്ത്, കോളറിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ കോളറിൻ്റെ ഭാഗമാണ് അളക്കുന്ന ഭാഗം. അപ്പോൾ ഈ കോളറിൻ്റെ ഭാഗത്ത് മാത്രം ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ. ഇനി ഇത് മടക്കി പിടിച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഷർട്ടിൻ്റെ കോളറിന്മേൽ പിടിപ്പിക്കാം, ഷർട്ടിൻ്റെ നെക്കുമ്പോൾ പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ ഷർട്ടിൻ്റെ ആ വശത്ത് തന്നെ അതുപോലെ തന്നെ ജസ്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഷർട്ട് തുടങ്ങുന്ന ആ വശത്ത് നമ്മൾ ഈ ബട്ടൺ ഹോളും ബട്ടൺ ഇതില്ലേ, ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ കോളറിന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. കോളറിൻ്റെ കണ്ട ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. കോളറിൻ്റെ നല്ല വശവും ഷർട്ടിൻ്റെ നല്ല വശമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്, സെൻറ്ററിൽ നിന്നല്ല. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കോളർ ഒന്ന് 2ആക്കി മടക്കിയിട്ട് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഷർട്ടിൻ്റെ നെക്കും 2ആക്കി മടക്കിയിട്ട് കോളറും 2ആക്കി മടക്കിയിട്ട് രണ്ടും കൂടി ഒന്ന് വെച്ച് നോക്കണം, കറക്റ്റാണോ എന്ന് സൈസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കുക. അതിന് ശേഷമാണ് നമ്മളിപ്പം 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ തൊട്ട് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ഇത് തയ്ച്ചതിന് ശേഷം നമ്മൾ ഇത് മടക്കിയിട്ടിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഇത് മറിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ നിന്ന് ജോയിൻ. ഉൾവശത്ത് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് ഇങ്ങോട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഉള്ളിൽ നിന്നാണ് സെൻറ്റർ വശത്തു നിന്നാണ് അടിച്ചു കൊടുക്കുന്നത്. കാരണം സെൻറ്റർ ഭാഗത്ത് കുറേ ചുളിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അറ്റത്തുനിന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ ചുളിവുകളൊന്നും നമുക്ക് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് തുടങ്ങി ഇതുപോലെ ചുറ്റും ഒന്ന് നെക്ക് ബാൻഡിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ഇതുപോലെ തയ്ച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി സെൻറ്ററിൽ തന്നെ അവസാനിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഷർട്ടിൻ്റെ കോളർ ഞാനിപ്പോൾ ലാസ്റ്റാണ് അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് ചെയ്തത്. ഷർട്ടിൻ്റെ കോളറിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് നെക്ക് വെട്ടിയാണ് ശരിക്ക് മെൻസിൻ്റെ ഷർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ബിഗിനേഴ്സിന് തീരെ മനസ്സിലാവില്ല. അത് വെട്ടി അവർ ഷർട്ട് തയ്ച്ച് ശീലമായതാണ് അവർക്ക്. അങ്ങനെ എനിക്ക് ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. അടുത്ത പ്രാവശ്യം ഷർട്ട് തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ തയ്ക്കാം കേട്ടോ. അപ്പോൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിലോട്ട് പോവാണ്. സ്ലീവിൻ്റെ കഫൊക്കെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കഫ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കോളർ പിടിപ്പിച്ച് അതേപോലെ തന്നെ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല ഭാഗവും ഈ കഫിൻ്റെ നല്ല ഭാഗം കൂടിയായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. മറ്റേ കോളർ വെച്ച് അതുപോലെ തന്നെ നല്ല ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കഫും കോളറൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ തയ്ച്ചിരിക്കുന്ന സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് പുറത്തോട്ട് നിൽക്കും. അപ്പോൾ അത് ശരിക്കും ഉള്ളിലോട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലോട്ട് നന്നായിട്ട് കയറ്റി വെക്കുക. അപ്പോൾ ഞാനിതൊരു സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് അതൊന്ന് ശരിക്കും ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഉണ്ട് ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് എന്തെങ്കിലും വെച്ച് ഇതുപോലെ ജസ്റ്റ് ഉള്ളിലോട്ട് കയറ്റിയിട്ട് 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വലിയ തുണി വെച്ച് തയ്ച്ച സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഞൊറി ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്ക് വശത്ത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബട്ടൺ ഹോളും ബട്ടൺസും നമ്മൾ പുറത്ത് കടയിൽ കൊണ്ടുപോയാണ് ചെയ്യിച്ചത്. ബട്ടൺ ഹോളും ബട്ടണും മാത്രം വെക്കുന്ന കടകളുണ്ടാവും. അവിടെ 20 രൂപ 15 രൂപയൊക്കെ ആവുള്ളൂ. എനിക്ക് 20 രൂപ ആയുള്ളൂ. അവർക്ക് അവിടെ അതിന് പ്രത്യേക മെഷീനുണ്ട്. ഒരു 5 മിനിറ്റ് മതി ഇത് ചെയ്തെടുക്കാൻ, നല്ല പെർഫെക്ഷനും കിട്ടും. അങ്ങനെ നമ്മുടെ ഷർട്ട് തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയൊരു ഷർട്ട് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്